ഇന്നലെയൊക്കെ നല്ല വെയിലും വെട്ടവും അന്തരീക്ഷം നല്ലതായിരുന്നു കേട്ടോ. വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി. വീണ്ടും നല്ല തണുപ്പായിട്ടുണ്ട്. ചെറിയ മന്ദാരവും മഴക്കോളും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. രാവിലെ ഇതേ ഞാനാണെങ്കിൽ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. മാവ് അരച്ചതൊന്നും ഇരിപ്പില്ല കേട്ടോ. അപ്പോൾ ഉഴുന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മാവൊക്കെ നനച്ചെടുത്തിട്ടുണ്ട്. ഗോതമ്പ് മാവാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഗോതമ്പ് മാവ് ഇങ്ങനെ നനച്ചെടുക്കാൻ വലിയ പാടാണ്. വേറൊന്നുമല്ല, കട്ട കിട്ടും പെട്ടെന്ന്. വെള്ളം കൂടിപ്പോകും കേട്ടോ. അതിലിങ്ങനെ കുഴഞ്ഞു പോകും, അതാണ് സത്യം. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ നനച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ നമ്മൾ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. ഓരോ ചില്ലിലും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. കൂട്ടത്തിൽ കഴിക്കാനായിട്ട് പഴം മേടിച്ചുകൊണ്ട് വരാൻ ഞാൻ വാപ്പാരെടുത്ത് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാപ്പ ആ സമയം ചായ കുടിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ കടമുക്കിൽ. വന്നപ്പോഴത്തേക്കും പാലും പഴവും അതുപോലെ മലക്കറിയും ഒക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ചായയൊക്കെ ഇട്ടു. അതേ പാത്തുവിന് പരീക്ഷ തുടങ്ങുന്ന ദിവസമായിരുന്നേ. അങ്ങനെ പാത്തുവിന് പഴവും പുട്ടൊക്കെ ആയിട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് കൊച്ചിനെ സ്കൂളിലൊക്കെ കൊണ്ടാക്കിയിട്ട് ദേ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ ഇന്ന് ലഞ്ചിൻ്റെ വീഡിയോയാണ് ഇനി അങ്ങോട്ട് കാണാൻ പോകുന്നത്. വാപ്പമ്മ കുറച്ച് വിറകൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ഒടിച്ച് പറക്കി തരികയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഈ മീൻകറിയിൽ മുരിങ്ങക്കയും തക്കാളിയും നിറയെ പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല മണവും നല്ല ടേസ്റ്റും ഒക്കെ അല്ലേ. അങ്ങനെ കുറച്ച് മുരിങ്ങക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ എടുത്തു. അരപ്പൊക്കെ കൂട്ടി പുളിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള മുരിങ്ങക്കായൊക്കെ അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുത്തു കേട്ടോ. കറിയൊക്കെ അങ്ങ് അടുപ്പിലോട്ട് സെറ്റാക്കി. പിന്നെ കുറച്ച് തീയലുണ്ടാക്കാമെന്ന് വിചാരിച്ചു. മീൻ കുറച്ചേ ഇരിപ്പുണ്ടായിരുന്നുള്ളൂ, അതായത് ഇന്നത്തേക്ക് പൊരിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള മീനായിരുന്നു കേട്ടോ. പിന്നെ മീൻകറി ഇല്ലാതെ ഇന്ന് മീൻ കൊണ്ടുവന്നതുമില്ല. അപ്പോൾ മീൻകറി ഇല്ലാതെ എങ്ങനെ ചോറുണ്ണുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പൊരിക്കുന്ന പ്ലാൻ അങ്ങ് മാറ്റി കറിയാക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഇട്ടിട്ടല്ല ഞാനിന്ന് തീയൽ വെക്കുന്നതേ. കുറച്ച് മുരിങ്ങക്ക അതിൽ നിന്ന് എടുത്ത് 2-3 മോഷ്ടിച്ചത് ഇതിലോട്ടിട്ടിട്ടുണ്ട്. പിന്നെ വഴുതനങ്ങയും അതുപോലെ പടവലങ്ങയും എല്ലാം കൂടെയൊക്കെ ഇട്ടിട്ടുള്ള തീയലാണ്. നല്ല തീയലാട്ടോ. അപ്പോൾ അതിന് വേണ്ടി തേങ്ങയൊക്കെ വറുത്തരച്ച് ഒഴിച്ചതേ കറിയൊക്കെ അടുപ്പിലോട്ട് സെറ്റാക്കി ഒരു തോരനും കൂടെയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ ലഞ്ച് സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളും ഇത്രയൊക്കെ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നാളെ കാണാം. ബായ്.